ഡാ ബാബു, അയ്യോ എന്റെ വട്ടപ്പാറ മറ്റേ അയ്യാ. ഹൈ, എന്താ സ്വാദ്. എനിക്കും താ ചേച്ചി, ഞാനല്ലേ മാങ്ങ എറിഞ്ഞിട്ട്. അയ്യടാ, നിനക്ക് മാങ്ങ എറിയാൻ കല്ല് തന്ന ആരാ? ഈ ഞാൻ. അപ്പോ ഞാൻ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നീ കഴിച്ചാ മതി കേട്ടാ. ഇതിന്റെ അണ്ടിയെങ്കിലും തരുമോ? പിന്നെ അണ്ടിന്ന് കഴിഞ്ഞിട്ടില്ല, ഒപ്പഴാണോ അവന്റെ രണ്ടി തീറ്റ. പോടാ തീറ്റപ്പണ്ടാരം. അതെല്ലോ. ചേച്ചി ചേച്ചിയുടെ പേര് പാറ്റേന്നാണോ? പോറ്റ നിന്റെ ഓറ. അയ്യോ അയ്യോ പല്ലി. നോക്കി പോടാ മൂക്കടിച്ചെടുക്കാം. നീ പോടി പല്ലി. പല്ലി നിന്റെ കുട്ടിപ്പിശാശി. എന്താടി? ചേച്ചി എന്തെങ്കിലും കഴിക്കണായിരുന്ന ദേ കയറി കയറിപ്പുണ്ടല്ലോ. ഏ അല്ലടി, നീ എന്താ ചുമ്മാ വന്നടാ. ചേച്ചി നാളെ എൻ്റെ കൂടെ ഒന്ന് വരുവാ. എവിടെയാണ്? ഐസ്ക്രീം കഴിക്കാൻ പോണടാ? ഓ അല്ല, നാളെ എന്നൊരാൾ കാണാൻ വേണ്ടിട്ട്. ആര്? ആൽബർട്ട്. ഞങ്ങളെ മിസ് കോൾ വഴി പരിചയപ്പെട്ടതാ. പിന്നെ ഫ്രണ്ട്സായി, ലവേഴ്സായി. എന്നിട്ട് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. കാണണമെങ്കിൽ തന്നെ ഫോണിലൂടെ വേണ്ട, നേരിട്ട് തന്നെ കാണണമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചതാ. അപ്പൊ നേരി കാണുമ്പോ ഒരു കിളവാനാണെങ്കിലോ? ഓ തിന്ന തിന്ന. അതെ, ഞാൻ അവനെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അവൻ്റെ രൂപവും ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം. അതുപോലെ അവൻ എൻ്റെയും. നിന്റെ എല്ലാ കാര്യങ്ങളുമാ? ആ കുറച്ചൊക്കെ. മോളെ പല്ലി. ഇതേ ചേച്ചി, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേരെന്നെ വിളിക്കരുന്ന്. ഇനി വിളിച്ചാൽ ചേച്ചനെ പാറ്റുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, കോംപ്രമൈസ്. ഇനി നീ ജാസ്മിൻ, ഞാൻ സുമിത. ഓക്കെ. അപ്പോൾ ചേച്ചി, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, നാളെ ആൽബർട്ട് എന്നെ കാണാൻ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ചെറിയ ചമ്മലുണ്ട്, ആദ്യമായിട്ടാണല്ലോ. അപ്പം ചേച്ചി എൻ്റെ കൂടെ ഒന്ന് വരണം, ഒരു ധൈര്യത്തിന്. ഇല്ല മോളെ, ഞാൻ വരത്തില്ല. ഡി, നിനക്കറിയാല, നിനക്കാട്ടി 5 വയസ്സ് മൂത്താണ് ഞാൻ. എനിക്കാണെങ്കിൽ ഒരു കാമുകം പോലും ഇല്ല. കല്യാണപ്രായവും കഴിഞ്ഞ് പുര നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നെ കെട്ടിച്ചു കൊണ്ടോന്ന് വീട്ടുകാർക്കൊട്ട് ചിന്തയുമില്ല. ഞാനേ വീട്ടിലുണ്ടാക്കണ ചോറിന്റെ മുക്കാഭാഗത്തോളം നിന്ന് തന്തയും തള്ളേനും ബുദ്ധിമുട്ടിച്ചു നോക്കി. എന്നിട്ടും അവരെന്നെ കെട്ടിച്ചു വിടണില്ല. നോക്കിക്കോ, നാളെ ആവട്ടെ കലത്തിലെ മൊത്തം ചോറ് ഞാൻ തിന്നു തീർക്കണുണ്ട്. അങ്ങനെ ഞാൻ അവരെ പട്ടിണിക്കണം, കോണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വേദന എടുത്തോ? ആ സാരമില്ല. അതുകൊണ്ടേ ഈ ചേച്ചിക്ക് കാമുകനോ ഭർത്താവോ ആദ്യം ഉണ്ടാവട്ടെ, എന്നിട്ട് നിന്റെ കൂടെ വരാട്ടോ ലൈൻ സെറ്റ് ആക്കാൻ. ചേച്ചി, കുട്ടിക്കാലം ചേച്ചി എപ്പം മണ്ണപ്പം ചുട്ടാലും എനിക്ക് വലിയ കഷ്ണം നോക്കി തരുമായിരുന്നു. പിന്നെ വാഴത്തൊപ്പിൽ കുടിൽ വെട്ടി കളിച്ചപ്പോഴേക്കും എന്നെ അകത്ത് കിടത്തി ഉറക്കിയിട്ട് ചേച്ചി പുറത്തെ കാവൽ നിൽക്കാറുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ ഒളിച്ചും പാത്തും കളിച്ചപ്പാ ഞാൻ കള്ളക്കളി കളിച്ചു എന്നും പറഞ്ഞാൽ ആ പടിഞ്ഞാറിലെ പിള്ളേർ എന്നെ തല്ലാ ഓടിച്ചിട്ടപ്പാ ചേച്ചി ഇവരെ ഉണക്കച്ചാണകം എടുത്തെടഞ്ഞ് ഓടിച്ച്. ചേച്ചിക്കത് ഓർമ്മയില്ലേ? അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. എൻ്റെ മമ്മിയുടെ വീട്ടിൽ പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഒരേ ഒരു ചേച്ചി ചളക്കറി. അതുകൊണ്ടാ ചേച്ചി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന സംഭവം നടക്കാൻ പോകുമ്പോൾ ഞാൻ ചേച്ചിനെ കൂടെ വിളിച്ചത്. എന്നാലും ഇന്നലെ നിന്റെ വീട്ടിലെ കുംബ്ലൂസ് ഇറങ്ങണ മരം വീണപ്പോ അതേന്ന് ഒരെണ്ണം എനിക്ക് തന്ന. അതിലെന്തോരം കുംബ്ലൂസ് ഇറങ്ങണ്ടായിരുന്നു. അയ്യോ ചേച്ചി, അതിലൊരെണ്ണം പോലും ഞങ്ങൾ എടുത്തില്ല. ഡാഡി എല്ലാം കൂടി ഏതോ കച്ചവടക്കാരനെ തൂക്കി വിറ്റ്. പൊടി നുണച്ചി, നിങ്ങളുടെ പറമ്പിൽ ഫ്രഷ് നാരങ്ങയുടെ തൊലി കിടക്കണത് ഞാൻ കണ്ടേടല്ല. 2 എടുത്തായിരുന്നു. ആണല്ലേ? എന്തായാലും ഞാൻ നിന്റെ കൂടെ വരൂല. പ്ലീസ് ചേച്ചി. ഇല്ല ഇല്ല ഇല്ല.
ഷാർജ ഷേക്ക് വാങ്ങിത്തരാം. നാളെ എത്ര മണിക്ക് പോണം? ആ എത്തിയോ? ആ ഞങ്ങളുടെ ഒരു മരത്തിനടുത്തായിട്ട് നിൽപ്പുണ്ട്. ആ ഉം. ആ ഉം. ഒന്ന് നല്ലതാണ്. പൊയ്ക്കേച്ചി, എനിക്ക് വേണ്ട. എന്താ ഇന്നാ മഞ്ഞ? ഒന്ന് പൊയ്ക്കേച്ചി. വേണ്ടെങ്കി വേണ്ട. എടീ, ആ എനിക്ക് സംശയം. എന്ത്? അല്ല, അവനെങ്ങാനേ ഞാനാണ് നീ എന്ന് തെറ്റിദ്ധരിച്ചാലാ? ഓ ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിലേ കാക്ക സൂപ്പർമാനെ ജെട്ടിയിട്ട് പറക്കും. ഹായ്. വൗ, ജാസ്മിൻ. അതെ ഞാനാ ജാസ്മിൻ. ഓ സോറി ജാസ്മിൻ മോളെ. പോ, വേണ്ട, കൈ മതി. ഓക്കെ, പാവം കൈകളെങ്കിലും കെട്ടിപ്പിടിക്കട്ടെ. ഞാൻ സുമിത. ആൽബർട്ട്. ആൽബർട്ടേ, താനീ കാക്ക സൂപ്പർമാന്റെ ജെട്ടിയിട്ട് പറക്കണ കണ്ടിട്ടുണ്ടോ? ഏയ് ഒരിക്കലും ഇല്ല. ഞാൻ കുറച്ചു മുന്നേ കണ്ടായിരുന്നു. ഓ സുമിത, യു ആർ റിയലി ഫണ്ണിയേ. താങ്ക് യു. അതെ മതി, വാ റെസ്റ്റോറൻറ്റിൽ പോവാം. നടക്കാം. Okay. വാ ചേട്ടാ, 3 മാംഗോ ജ്യൂസ്. എന്നാ ഞാൻ പോട്ടെ. എന്താ ചേച്ചി? എനിക്ക് ഷാർജ ഷേക്ക് മേടിച്ചിടാന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഇരിക്കി. ചേച്ചി ചേച്ചി ഒന്ന് ഇരിക്കി. ഒന്നിരിക്കോ? ഒന്നിരി. എൻ്റെ ചേച്ചി ആദ്യം ജ്യൂസ് കുടിക്കേ. അതിനുശേഷം ബിരിയാണി വരും, പിന്നെ ഷേക്ക്, ഐസ്ക്രീം, ചായ, പപ്സ്, സമൂസ, മീറ്റ് റോള്, ചിക്കൻ റോള്, അങ്ങനെയൊക്കെ പോവുന്ന്. ആണോ? ആ എന്നാ ഞാനിവിടെ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളാം. ചോക്കര കുട്ടി. സുമിത പൊള്ളിയാണല്ലേ. എല്ലാരും പറയാറുണ്ട്. ആ താങ്ക് യു. ചേച്ചി ഒരെണ്ണം ഇന്ത്യയാണ്. ആ എന്നാ കൊണ്ടോക്കോ. ഇയാള് ഗ്ലാമറാട്ടോ. നീ വളരെ ക്യൂട്ടാ. ഓ ഡേ, ബിരിയാണി പറ. ചേച്ചി ഞങ്ങളുടെയും കൂടി ഒന്ന് തീർന്നോട്ടെ. നിങ്ങ ഇങ്ങനെ വായി നോക്കിയിരുന്നു കഴിഞ്ഞാൽ കുടിച്ചു തീരിയല്ല. എനിക്ക് ബിരിയാണി പറയുന്നു. ഇങ്ങനെയായിരുന്നു ചേച്ചി ഞാൻ കൊണ്ടുവരൂലായിരുന്നു. നിങ്ങൾ പഞ്ചാര അടിച്ചിരിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? ബിരിയാണി പറയ്. ശരി പറയാം, പാറ്റ ബിരിയാണി പറയാം. മതിയോ? പൊടി പൊല്ലി. ദേ എന്റെ വായിന്നൂലെ തെറിയും കേൾക്കും. ഹേയ് ഗേൾസ്, വൈ ദിസ് കൊലവറി? പ്ലീസ് ഷട്ട് അപ്പ്. നീ പോടാ കൊരങ്ങച്ച. പള്ളിപ്പറമ്പിന്ന് മേടിച്ച കൂളിംഗ് ഗ്ലാസും വെച്ച് വന്നേക്കണേണ് വേട്ടാവളിയെ. ദേ എന്റെ ആൽബർട്ടിനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടല്ലോ. അവക്കൊടനെ ആൽബർട്ടൈസിനൊന്നും അല്ലല്ലോ, ഇതേതോ മരവാഴ. നിങ്ങക്ക് എന്തിന്റെ കടാണ് തള്ളേ? തൊള്ള നിന്റെ പൊടി ഉണക്കപ്പല്ലി. എടി മത്തങ്ങ മോറി. പല്ലിത്തലച്ചി. നിർത്ത്. നിങ്ങളെ ഞാനും കൊല്ലും എന്റെ തള്ളേ. പൊന്നോ, ഒന്ന് നിർത്ത്, ഒന്ന് നിർത്താൻ. അയ്യോ കടിക്കില്ല 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 കടിക്കില്ല. ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ, നിങ്ങളെ കൂതറലാകല്ലേ. ജാസ്മിൻ ഒന്ന് നിർത്ത്, ഒന്ന് നിർത്തന്ന്. ബാബു, അയ്യോ എന്റെ വട്ടം പാറാൻ പറ്റി. അയ്യോ അമ്മേ. അയ്യോ എക്സ്ക്യൂസ് മീ, ആരാണോ എൻ്റെ കാമുകി? അവനാരാന്നറിയോ? ബാബു, കോഴി ബാബു. പെൺകുട്ടികളെ വളക്കുക, കാര്യം സാധിക്കുക, അവരുടെ കയ്യിലുള്ള സ്വർണവും പണവും മൊബൈലൊക്കെ ആയിട്ട് കടന്നു കളയുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. ശരിയെന്ന്. ജാസ്മി, മോളെ ജാസ്മി, മോളെ.
എന്താ ചേച്ചി? അതെ പിന്നെ ചേച്ചിക്ക് നേരത്തെ പറഞ്ഞ ബിരിയാണി വാങ്ങിച്ചു തരുമോ?